നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് മഞ്ഞൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ആരോഗ്യത്തിന് മാത്രമല്ല, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും മഞ്ഞൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. സ്ഥിരമായി ഭക്ഷണത്തിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം അത് ഗുണപ്രദമാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. 2 ആഴ്ചയെങ്കിലും തുടർച്ചയായി മഞ്ഞൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വളരെയധികം നല്ലതാണ്. ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടി സ്ഥിരമായിട്ട് മഞ്ഞൾ ഉപയോഗിക്കാവുന്നതാണ്. ശരീരത്തിലെ അണുബാധയെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ. മാത്രമല്ല, ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീക്കം കുറയ്ക്കാൻ നല്ലതാണ്. ആൻറ്റി കാർസിനോജനിക് പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. അതായത് ക്യാൻസർ സാധ്യത വരാനുള്ള ചാൻസ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വയറ്റിൽ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം മഞ്ഞൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ. ഇതുകൂടാതെ അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയും അതുവഴി ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും മഞ്ഞൾ സഹായിക്കുന്നുണ്ട്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ ബാക്ടീരിയൽ ഇൻഫെക്ഷനെതിരെ പോരാടാൻ സഹായിക്കുന്നുണ്ട്. ചർമ്മത്തിലുണ്ടാവുന്ന മുഖക്കുരു, കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ, ഡ്രൈ സ്കിൻ ഇവയൊക്കെ മാറാൻ മഞ്ഞൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. മഞ്ഞളിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ചർമ്മത്തിന് തിളക്കം നൽകുകയും ദോഷകരമായ ബാക്ടീരിയകളെ ശരീരത്തിൽ നിന്നും അകറ്റുകയും ചെയ്യും. ശ്വാസകോശ പ്രശ്നങ്ങൾക്കും അലർജിക്കും എല്ലാം മഞ്ഞൾ ഒരു പരിഹാരമാണ്. രാവിലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് കഫം അലിയിക്കുകയും അങ്ങനെ കഫക്കെട്ട് ഇല്ലാതാക്കുകയും ചെയ്യും. തൊണ്ടയിലെ അണുബാധ പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് മികച്ചൊരു പരിഹാര മാർഗമാണ്. അൽഷിമേഴ്സ് രോഗങ്ങൾ വരുന്നത് ഒരു പരിധിവരെ തടയാനും പാർക്കിൻസൺസ് രോഗം വരുന്നത് ഒരു പരിധിവരെ തടയാനും ഒക്കെ സ്ഥിരമായിട്ടുള്ള മഞ്ഞളിൻ്റെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നുണ്ട്. മഞ്ഞളിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുർക്കുമിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ മഞ്ഞളിനോടൊപ്പം തന്നെ കുരുമുളക് കഴിക്കുന്നത് നല്ലതാണ്. കുരുമുളകിൽ കാണപ്പെടുന്ന പെപ്പറിൻ എന്ന കോമ്പൗണ്ട് രക്തത്തിലെ കുർക്കുമിൻ ആഗിരണം വർദ്ധിപ്പിക്കുകയും അതുവഴി ശരീരത്തിലേക്ക് മഞ്ഞളിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടത്തുകയും ചെയ്യുന്നു. അതുപോലെ പാലിലും മഞ്ഞൾ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. കാരണം പാലിൽ കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പിനോടൊപ്പം തന്നെ മഞ്ഞൾ ചേർത്ത് കഴിക്കുന്നത് പ്രോപ്പറായിട്ട് കുർക്കുമിൻ അബ്സോർപ്ഷൻ നടത്തുന്നുണ്ട്. അതുപോലെ സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലൊരു ഹെൽത്ത് ലഭിക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം മത്തങ്ങയിൽ ഒരു നുള്ള് മഞ്ഞളും ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒരു ജ്യൂസ് പോലെ ആക്കി കുടിക്കുന്നതും നന്നായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.